ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മട്ടാഞ്ചേരിയിൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളെ പറ്റിയാണ്. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മട്ടാഞ്ചേരിയാണ്. അപ്പോൾ ഇത് ഏകദേശം എറണാകുളം സിറ്റി ടൗണിൽ നിന്ന് നമുക്ക് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് റോഡ് മാർഗം എത്താം, അല്ലെങ്കിൽ ബോട്ടിലെത്താം. ബോട്ടിലെത്തിയാൽ നമുക്ക് ജൂൾസ് സ്ട്രീറ്റ്, അവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. ആ ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങാം. അപ്പോൾ പിന്നെ മട്ടാഞ്ചേരിയിൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 5 സ്ഥലങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അതിലൊന്ന് ഡച്ച് പാലസ്, അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം. പിന്നെ ജൂൾസ് സ്ട്രീറ്റ്, അത് കഴിഞ്ഞ് പോലീസ് മ്യൂസിയം, പിന്നെ പരദേശി സിനഗോഗ് അല്ലെങ്കിൽ ജൂതപ്പള്ളി, പിന്നെ ജൈന ടെമ്പിൾ, ജൈനന്മാരുടെ ഒരു ടെമ്പിൾ. ഇത്രയാണ് നമുക്ക് മട്ടാഞ്ചേരിയിൽ കാണാനുള്ളത്. ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡച്ച് പാലസ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു വലിയ ഗേറ്റ് കാണാം. അതിലൂടെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മട്ടാഞ്ചേരി കൊട്ടാരത്തിലോട്ടാണ് കടക്കുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരത്തായിരുന്നു. അപ്പോൾ സാമൂതിരിയുടെ നിരന്തരമായുള്ള ആക്രമണം കാരണം അവർ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി. ഇത് ഒരു 15-ാം നൂറ്റാണ്ടിൽ ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തുന്നത്. പോർച്ചുഗീസുകാർ സാമൂതിരിയിൽ നിന്ന് കൊച്ചി രാജാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. കൊച്ചി രാജാക്കന്മാർ അതനുസരിച്ച് തിരിച്ചും സഹായങ്ങൾ ചെയ്തു. അവസാനം കൊച്ചി പോർച്ചുഗീസുകാരുടെ അധീനത്തിലായി. 1663 ഡച്ചുകാർ കൊച്ചിയിലെത്തി. പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ ഇതിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ടിപ്പു 1789 ഡച്ചുകാരെ കീഴടക്കി കൊച്ചിയുടെ അധികാരം കൈക്കലാക്കും. 1792 ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ കൊച്ചിയുടെ ഭരണം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഈ മട്ടാഞ്ചേരി കൊട്ടാരം 1555 പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് അത് പണിയുന്നത്. അത് കഴിഞ്ഞ് ഡച്ചുകാർ കൊച്ചിയുടെ അധികാരം കൈക്കലാക്കുമ്പോൾ അത് ഒന്നുകൂടെയൊക്കെ പുതുക്കി പണിത്, അങ്ങനെയാണ് ഇതിന് ഡച്ച് പാലസ് എന്ന് പേര് വരുന്നത്. ഈ ഡച്ച് പാലസ് ഒരു 2 നിലയുള്ള ഒരു വലിയ നാലുകെട്ടാണ്. ഇതിന്റെ നടുമുറ്റത്ത് കൊച്ചി രാജാക്കന്മാരുടെ കുലദേവത ആയ പഴയന്നൂർ ഭഗവതിയുടെ ഒരു അമ്പലം ഉണ്ട്. ഈ കൊട്ടാരം ഇന്നൊരു മ്യൂസിയമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ എൻട്രി ഫീസ് 5 രൂപ. ഈ കൊട്ടാരത്തില് അഭിഷേകമുറി, കോവണിത്തളം, അന്തപ്പുരം, ഭക്ഷണമുറി എന്നിവയാണ് ഉള്ളത്, പ്രധാനമായിട്ടും ഉള്ളത്. അതുപോലെ ഇതിൻ്റെ ഭിത്തികളിൽ ഇന്നർ സൈഡിലുള്ള ഭിത്തികളിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന വർണ്ണങ്ങളുമുണ്ട്, ചുവർ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. പള്ളിയറയിൽ ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാം. മറ്റു മുറികളിലെ പ്രധാന ചിത്രങ്ങൾ ഗണപതി, വിഷ്ണു, ശിവപാർവതി, അർദ്ധനാരീശ്വരൻ, ഇതൊക്കെയാണ് മറ്റു മുറികളിൽ. ഇനി അന്തപ്പുരത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണലീല, അതുപോലെ തന്നെ ശിവനും മോഹിനിയും, ശിവപാർവതി, ഗോവർദ്ധനധാരി കൃഷ്ണൻ, അതുപോലെ കോവണി തളത്തിൽ
അപൂർവങ്ങളിൽ അപൂർവമായ ചില ചിത്രങ്ങളുണ്ട്. ശിവപാർവതി പരിണയം, നർത്തകി, ടിപ്പുവിൻ്റെ ചില ഒരു അപൂർവ രേഖാചിത്രമുണ്ട്, ഹനുമാൻ. ഈ കൊട്ടാരം മ്യൂസിയം ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ മ്യൂസിയത്തിലോട്ടുള്ള എൻട്രിയാണ്. ഈ കൊട്ടാരത്തിന് ആ മുറ്റത്ത് തന്നെ വേറെ ഒരു കൃഷ്ണസ്വാമി ടെമ്പിളുണ്ട്. അത് തൊട്ട് അപ്പുറത്ത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡച്ച് പാലസിൽ കാണാനുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് പതുക്കെ ജൂൾ സ്ട്രീറ്റിലോട്ട് പോവാം. അപ്പൊ നമ്മള് ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങുകയാണെങ്കിൽ ജൂൾ സ്ട്രീറ്റിൽ തന്നെ, അതുപോലെ തന്നെ ജൂൾ സ്ട്രീറ്റിന്റെ ഒരറ്റത്തൊരു നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ജൂൾ സ്ട്രീറ്റിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കൂടെ ഒരു റോഡ്, രണ്ട് സൈഡിലും കടകൾ. ഈ വളരെ നാരോ ആയിട്ടുള്ള റോഡാണേലും വളരെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളാണ്. പിന്നെ കൂടുതലും സ്പൈസസിന്റെ കടകളുണ്ട്. സ്പൈസസ്, ഈ സുഗന്ധദ്രവ്യങ്ങൾ. പിന്നെ കുറെ തുണിക്കടകളുണ്ട്, 1-2-3 റെസ്റ്റോറന്റുകളുണ്ട്. ഇത് ചെന്നെത്തുന്നത് ഒരു ടീ കവലയിലാണ്, ഒരു 3 കൂടിയ കവല. അതിൽ ഒരു സൈഡിലോട്ട് നമ്മൾക്ക് തിരിഞ്ഞാൽ പോലീസ് മ്യൂസിയം കാണാം, മറ്റേ സൈഡിലോട്ട് തിരിഞ്ഞാൽ നമുക്ക് പരദേശി സിനഗോഗ് അല്ലെങ്കിൽ ജൂതപ്പള്ളിയിലോട്ട് പോവാം. നമ്മുടെ കേരള പോലീസിന്റെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്ന ഒന്നാണ് ഈ പോലീസ് മ്യൂസിയം. അപ്പോൾ പുരാവസ്തുക്കൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോലീസ് മ്യൂസിയത്തിൽ പോകാവുന്നതാണ്. അപ്പോൾ നേരെ എതിർദിശയിലോട്ട് പോയാൽ നമ്മൾ ജൂതപ്പള്ളിയിലെത്തും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ജൂതപ്പള്ളി അല്ലെങ്കിൽ പരദേശി സിനഗോഗ്. ഈ പള്ളി പണി കഴിപ്പിച്ചത് 1568-ലാണ്. അപ്പോൾ അതിൻ്റെ പഴക്കം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് അവിടെ ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട്, ഒരു 10 രൂപ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ചരിത്രപരമായ പല കാഴ്ചകളും നമുക്ക് കാണാം. അതുപോലെ തന്നെ മതപരമായ പല കാഴ്ചകളും നമുക്ക് അവിടെ കാണാം. മട്ടാഞ്ചേരിയിലുള്ള ജൈന ക്ഷേത്രം, ഇവിടെ രാവിലെ മാത്രമേ ഉള്ളൂ പ്രവേശനം, അതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുക.